സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെ എന്ന പേരിലാണ് ലഹരി പാർട്ടി സംഘടിപ്പിച്ചത്. ഇലക്ട്രോണിക് സിറ്റിയിലെ GR ഫാം ഹൗസിൽ സംഘടിപ്പിച്ച പാർട്ടിയിൽ തെലുങ്ക് സിനിമാ സീരിയൽ രംഗത്തെ പ്രധാന താരങ്ങളും RJകളും ഉൾപ്പെടെ 100-ലധികം പേർ പങ്കെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്ന് ബംഗളൂരു സെൻട്രൽ ക്രൈംബ്രാഞ്ചിന്റെ ലഹരി വിരുദ്ധ വിഭാഗം മിന്നൽ പരിശോധനയും നടത്തി. MDMA, കൊക്കൈൻ, വലിയ അളവിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള നിരോധിത ലഹരി വസ്തുക്കളും പിടിച്ചെടുത്തു. ഇതിൽ 17 MDMA ഗുളികകളും ഉൾപ്പെടും. തെലുങ്ക് താരമായ ഹേമ ഉൾപ്പെടെ പാർട്ടിയിൽ പങ്കെടുത്തതായാണ് CCB വൃത്തങ്ങൾ നൽകുന്ന വിവരം. എന്നാൽ ഇത് നിഷേധിച്ച് ഹേമയുടെ വാർത്താക്കുറിപ്പെത്തി. ആന്ധ്രാപ്രദേശ് സ്വദേശിയായ ഗോപാൽ റെഡ്ഡിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഫാം ഹൗസ്. ഹൈദരാബാദ് സ്വദേശിയായ വാസു എന്നയാളാണ് പാർട്ടി സംഘടിപ്പിച്ചത്. നിരവധി ആഡംബര കാറുകളും CCB പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊരു കാറിൽ ആന്ധ്രാപ്രദേശിലെ മുൻ കൃഷിമന്ത്രിയായ കാഗനി ഗോപാൽ റെഡ്ഡിയുടെ പാസും ലഭിച്ചിരുന്നു. പാർട്ടിയിൽ പങ്കെടുത്ത തെലുങ്ക് താരങ്ങൾ ഉൾപ്പെടെ കസ്റ്റഡിയിലാണ്. 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ ബംഗളൂരുവിലെ ഹെബ്ബഗോഡി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാതൃഭൂമി ന്യൂസ്, ബംഗളൂരു.